ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിംഗ് റെസിപ്പീസ് ആയിട്ടൊന്നുമല്ല. ഇന്ന് നമുക്ക് കുറച്ച് ടിപ്സ് ആയാലോ. കുറച്ച് കിച്ചൺ ടിപ്സ് ആണ്. ചിലർക്കൊക്കെ ഇത് അറിയണതാവും. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ഈ ഈസി ടിപ്സ് എന്ന് നോക്കാം. നമ്മൾ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് ഈ വല്യുള്ളി അരിയുമ്പോൾ നമ്മൾ കണ്ണിന്ന് വെള്ളം വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ ടിപ്പ് അതാണ്, കണ്ണിന്ന് വെള്ളം വരാതെ എങ്ങനെയാണ് നമുക്ക് വല്യുള്ളി അരിയാൻ പറ്റാന്ന് നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് കട്ട് ചെയ്യാനുള്ള വല്യുള്ളി നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊരു 20 സെക്കൻഡോളം ഒന്ന് അതിലിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മാറ്റാം. 20 സെക്കൻഡിൽ കൂടുതലൊന്നും ഉള്ളി തിളച്ച വെള്ളത്തിൽ ഇടരുത്. ഇങ്ങനെ ചെയ്തിട്ട് ഉള്ളി കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ട് കട്ട് ചെയ്യാം. ഇത് മാത്രമല്ല, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പീൽ ചെയ്യാനും വളരെ എളുപ്പമാണ്. അപ്പൊ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അടുത്ത ടിപ്പ്, നമുക്ക് ഇഞ്ചി ഇതുപോലെ ഫോർക്ക് വെച്ചോ സ്പൂൺ വെച്ചോ വളരെ സിമ്പിൾ ആയിട്ട് പീൽ ചെയ്യാൻ പറ്റും. ഇഞ്ചി ഒന്ന് കഴുകി ഇതുപോലെ സ്പൂണോ ഫോർക്കോ വെച്ചിട്ടോ ഒന്ന് ഇങ്ങനെ ചെയ്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇതൊന്ന് ഇങ്ങനെ പീൽ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ വല്യുള്ളി ഇഞ്ചി പീൽ ചെയ്യുക കട്ട് ചെയ്യുക ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ അതിൻ്റെ സ്മെല്ല് പിടിക്കും. നമ്മൾ കൈ വാഷ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് അത്ര പെട്ടെന്നൊന്നും ആ സ്മെല്ല് പോവില്ല. ഇതിനൊരു ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് നമ്മൾ കയ്യിലേക്ക് ആക്കിയിട്ട് നമ്മൾ കൈ ഒന്ന് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യാം. നമ്മൾ ഹാൻഡ് വാഷ് ഇട്ടാൽ ചെയ്യണ പോലെ തന്നെ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യാം. എന്നിട്ട് വാഷ് ചെയ്യുക. അപ്പം നമ്മൾ കയ്യിലുണ്ടായിരുന്ന വല്യുള്ളി ഇഞ്ചിയുടെ ഒക്കെ സ്മെല്ല് പോവും, നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. അടുത്ത ടിപ്പും ഈ ഒരു ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് തന്നെയാണ്. നമ്മൾ ഇതുപോലത്തെ ബോട്ടിൽ ഡെയിലി വെള്ളമൊക്കെ നിറച്ച് വെക്കണതാണ്. ചിലപ്പോൾ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചും വെക്കും. ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിലിനൊക്കെ വരുന്ന ഒരു പ്രോബ്ലമാണിത്. ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് കുറച്ച് ടൂത്ത് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഇളം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് നന്നായിട്ടൊന്ന് കുലുക്കുക. എന്നിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് നല്ല വെള്ളത്തിലൊന്ന് നന്നായിട്ടൊന്ന് കഴുകുക. അപ്പം നമ്മൾ ഈ ബോട്ടിൽ നല്ല ഫ്രഷ് ആയിട്ട് നല്ല സ്മെല്ലും നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. അപ്പം നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്തത് നമുക്ക് ഇതുപോലത്തെ ലോങ് ടൈപ്പിലുള്ള ബോട്ടിലിൻ്റെ ഉള്ളൊക്കെ വാഷ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാവും. നമുക്ക് ബ്രഷും സ്പോഞ്ചൊക്കെ ഇട്ട് കഴുകാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്കിതെങ്ങനെ വളരെ ഈസി ആയിട്ട് ക്ലീൻ ആക്കാൻ പറ്റുകയെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമ്മൾ ഒരു മുട്ടയുടെ തോട് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുക. നല്ലപോലെ പൊടിച്ചതിന് ശേഷം അത് നമ്മൾ ഈ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് നമ്മുടെ ഡിഷ് വാഷും കൂടെ കുറച്ച് ഡിഷ് വാഷും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് അടച്ചിട്ട് നല്ല പോലെ ഒന്ന് കുലുക്കി കൊടുക്കുക. ചിലർ ഇതുപോലത്തെ ബോട്ടിലൊക്കെ ആയിരിക്കും ഓയിലൊക്കെ ഒഴിച്ചെടുക്കുക. അപ്പോൾ നമുക്കിത് വാഷ് ചെയ്യാനൊക്കെ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓയിലും എന്താണെങ്കിലും ഇതൊന്ന് വളരെ ഈസി ആയിട്ട് ക്ലീനായി കിട്ടും. നല്ലപോലെ കുലിക്കിയതിന് ശേഷം വെള്ളത്തിലൊന്ന് വാഷ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഉള്ളൊക്കെ നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ട്. അടുത്ത ടിപ്പ്, നമുക്ക് ലെമണിന് എങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ലൈം ജ്യൂസ് എടുക്കാം എന്നാണ്. ഇവിടെ ഞാനിപ്പോൾ 2 ഈസി മെത്തേഡ് കാണിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇതുണ്ടല്ലോ, ഇതൊക്കെ ഉണ്ടല്ലേ, നമ്മൾ ഈ ടോങ്സ് എന്ന് പറയത്തില്ലേ, ഈ ഒരു സംഭവത്തിൻ്റെ സെൻറ്ററിൽ ഇതിങ്ങനെ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. നല്ല പോലെ പ്രസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിൽ നിന്ന് ലൈം ജ്യൂസ് എടുക്കാൻ. അടുത്ത മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഒരു ലെമൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം അതൊന്ന് അതിൽ ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കിയിട്ട് നമുക്കതൊന്ന് പുറത്തേക്ക് എടുക്കാം. പിന്നെ അതൊന്ന് കട്ട് ചെയ്യാം.
അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ലൈം ജ്യൂസൊക്കെ ഒന്ന് ഇതാ ഈ പാത്രത്തിലേക്ക് വീഴും. ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ലൈം ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇതുപോലെ ഓറഞ്ച് ഇങ്ങനെ ചെയ്യാം നമുക്ക് ഓറഞ്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ. ഇതുപോലെ തന്നെ അടുത്ത ലെമണിൻ്റെ പീസ് ഇങ്ങനെ ചെയ്യാം. ഈ ഒരു മെത്തേഡ് ഈസി മാത്രമല്ല, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ലെമൺ വന്ന് ഒട്ടും വേസ്റ്റ് ആവാതെ തന്നെ ഫുൾ ലൈം നമുക്ക് കിട്ടും. നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് എന്താന്ന് വെച്ചാൽ, നമുക്കൊക്കെ അറിയാം, നമ്മൾ ഇതുപോലെ ബൗളിൽ എന്തെങ്കിലും ബാറ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ചിലപ്പോൾ നമ്മൾ ആ ഒരു ലാഡിൽ സ്പൂൺ അതിൽ തന്നെ ഇട്ട് പോവും. നല്ല ലെങ്ത്തുള്ള ലാഡിൽ സ്പൂൺ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു ബാറ്ററിൻ്റെ ബൗൾ ഇങ്ങനെ ജസ്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊന്ന് എടുക്കുമ്പോഴേക്കും ആ ഒരു ലാഡിൽ സ്പൂൺ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് വീണ് പോകും. ഇതിങ്ങനെ വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിതാ ഈ ഒരു ലാഡിൽ സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ ഈ ഒരു എൻഡ് ഭാഗം ഉണ്ടല്ലോ, എൻഡിൽ കുറച്ച് ഇങ്ങോട്ടായിട്ട് ഒരു റബ്ബർ ബാൻഡ് കെട്ടി കൊടുക്കുക. ഇങ്ങനെ ചെയ്തിട്ട് നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ അത് കറക്റ്റായിട്ട് നിൽക്കും, താഴെ വീഴാതെ ഇങ്ങനെ നിൽക്കും. നമ്മളിപ്പോൾ ഈ ഒരു ബൗൾ ഇങ്ങനെയൊക്കെ ഇളക്കിയൊക്കെ നോക്കിയാലും അത് താഴെ വീഴില്ല. അടുത്ത നമുക്ക് ഈ നൈഫ് കത്തി എങ്ങനെ ഷാർപ്പ് ചെയ്യാമെന്ന് നോക്കാം. സാധാരണയായിട്ട് നമ്മളിങ്ങനെ കത്തി കൊണ്ട് ഓരോന്നും ഇങ്ങനെ കട്ട് ചെയ്തും ഇതായിട്ടൊക്കെ ചെയ്തിട്ട് നമ്മൾ കത്തിയുടെ മൂർച്ച കുറച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പോവും. അങ്ങനെ ഈ നൈഫിൻ്റെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു കപ്പ് എടുത്തിട്ട് ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് അതും ഇങ്ങനെ വരച്ചാൽ മതി. ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തന്നെ നൈഫ് മൂർച്ച കൂടും, നല്ല ഷാർപ്പായി കിട്ടും. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് ടിപ്പ് എന്താന്ന് വെച്ചാല്, ഇതുപോലത്തെ ജാർ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. നമ്മൾ ഇതിപ്പോൾ കോഫി പൗഡറിൻ്റെ ആണ്, ഇത് ന്യൂട്ടെല്ല, അതുപോലെ പിക്കിള്, അങ്ങനെ ഓരോന്നിനും ഓരോ ജാർ ഉണ്ടാവും. അപ്പം നമ്മൾ ആ ഒരു ഇത് കഴിഞ്ഞാലും നമ്മൾ വാഷ് ചെയ്താലും അതിൻ്റെ ആ ഒരു സ്മെല്ലൊന്നും പോയി കിട്ടൂല. അപ്പം അതിൻ്റെയൊക്കെ സ്മെല്ല് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ചുരുട്ടി അതിലൊന്ന് മുക്കിയിട്ട് നന്നായിട്ടൊന്ന് പിഴിയുക. എന്നിട്ട് നമ്മൾ ആ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ ടിഷ്യൂവിന് പകരം നമുക്ക് ന്യൂസ് പേപ്പർ, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പേപ്പറൊക്കെ യൂസ് ചെയ്യാം. അതും ഇതുപോലെ തന്നെ ഇങ്ങനെ ചുരുട്ടിയിട്ട് നല്ലപോലെ വെള്ളത്തിൽ മുക്കി നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് ആ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ദിവസം മുഴുവൻ നമുക്ക് ഇങ്ങനെ ഇട്ട് വെക്കണം. ഇതിങ്ങനെ ഇട്ടിട്ട് നല്ല പോലെ ടോപ്പ് വെച്ച് അടച്ചു വെക്കുക. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ടിപ്സ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.